ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്നൊരു പെൻഡൻ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഓർഡർ കിട്ടിയ ഒരു ഐറ്റം ആണത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓവൽ ഷേപ്പ് പെൻഡൻ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ട മോൾഡൊക്കെ നന്നായിട്ട് സെലോ ടേപ്പ് വെച്ച് ക്ലീൻ ചെയ്തെടുത്തു. എന്നിട്ട് അപ്പോൾ അതിന് വേണ്ട ഹാർഡ്നറും റെസിനും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 3:1 റേഷ്യോയിലാണ് ഞാനിവിടെ റെസിൻ എടുക്കുന്നത്. എന്നിട്ടത് 5 to 10 ഹവേഴ്സ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നല്ല സ്ലോയിൽ വേണം മിക്സ് ചെയ്യാൻ, അല്ലെങ്കിൽ ബബിൾസ് അത് ഫോം ചെയ്യും. ഇത് ഞാൻ വീഡിയോയ്ക്ക് നല്ല സ്പീഡിൽ കാണിക്കുന്നതേ ഉള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ വൃത്തിയാക്കി വെച്ച മോൾഡിൽ ആദ്യത്തെ ലെയർ ആ ഒരു മിക്സ് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഒരു ഡ്രൈ ഫ്ലവർ യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു പെൻഡൻ്റ് ആണ്. അപ്പം നമുക്ക് ഇതുപോലെ ആദ്യത്തെ ലെയർ യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു ഇതിന് വേണ്ട ഒരു ചെറിയൊരു ലീഫ് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഒരു ഹാഫ് ഡ്രൈ ഫ്ലവർ ഇതുപോലെ എടുത്തിട്ട് ഇതുപോലെ നമുക്കൊന്ന് അതിനകത്തോട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പം ഇതുപോലെ ഫ്ലവർ സെറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് ഗിൽറ്റേഴ്സും കൂടെ ആഡ് ചെയ്യണം. ഒരു വൈറ്റ് ഗിൽറ്റേഴ്സാണ് ആഡ് ചെയ്തത്. എന്നിട്ട് ഞാൻ ബാക്കിയുള്ള റെസിനും കൂടെ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തു. ഇങ്ങനെ ഒഴിച്ച് നമുക്ക് 24 ഹവേഴ്സ് വെക്കണം. എന്നിട്ട് അത് ഡിമോൾഡ് ചെയ്തിട്ടുള്ള ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. അവർക്ക് 2 പെൻഡൻ്റാണ് വേണ്ടത്. അപ്പോൾ അതൊരു സിൽവർ ചെയിനിലാണ് അവർക്ക് വേണ്ടത്. അതുപോലെ സിൽവർ ചെയിനൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. അപ്പം എങ്ങനെയുണ്ട് ഈ ഒരു പെൻഡൻ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പം ഇതുപോലുള്ള പെൻഡൻ്റ് ആർക്കെങ്കിലും വേണമെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പം എങ്ങനെയുണ്ട് ഫൈനൽ ലുക്ക് എന്ന് കമൻറ്റ് ഇടുക. അപ്പം വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോ വീണ്ടും കാണാം. താങ്ക്